എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലീൻ ബീച്ച് കണ്ടിട്ടില്ല. ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ ഒരു തേർഡ് പാർട്ടിയോ അല്ല, ആ കടകളുടെ ഏരിയ അവർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും തന്നെ ആലപ്പുഴ ബീച്ചിന് ഒരിക്കലും ഈ റീൽസോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതാണ് റിയൽ ആലപ്പുഴ ബീച്ച്. പക്ഷെ ഇവിടെ ആരും നോക്കിയാൽ ഇത്ര സൗന്ദര്യമുള്ള ബീച്ചിലെന്നാണ് കേരളത്തിൽ നിന്നാണ് പറഞ്ഞത്. Every morning, the waves bring more than just water to these shores. ഓരോ കച്ചവടക്കാരും അവരവരുടെ കടവാതിക്കൽ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൊള്ളാവുന്ന വേസ്റ്റ് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന ഇടത്തില്ല, പിന്നെ നമ്മളത് പിറക്കിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ കഴിക്കുക, വലിച്ചെറിഞ്ഞിട്ട് പോവുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്കാണ് ഫൈൻ അടിക്കേണ്ടത്. കാരണം നമ്മൾ എല്ലാ കടക്കാരും വെച്ചിട്ടുണ്ട് ഓരോ 2-3 വേസ്റ്റ് ബിൻ. അതിനകത്ത് ആരും ഇല്ല. ഓരോ കടയിലും വെച്ചിട്ടുണ്ട്. ഇത് വെക്കാനാണ് മുനിസിപ്പാലിറ്റിയും പോർട്ട് ഓഫീസും പറഞ്ഞത്. അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിവിന്റെ പരമാവധി ഇവിടെ എല്ലാ വേസ്റ്റുകളും പിറക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ശരി, നമ്മൾ മൊത്തം ഇവിടെ ക്ലീനാക്കി വേസ്റ്റ് പാത്രത്തിലിട്ടിട്ട് അതെല്ലാം കൂടി ഞങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ്. അത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ആളെ രാവിലെ വണ്ടി വിളിച്ചിട്ട് വണ്ടിക്കകത്ത് കൊടുത്തു വിടുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വേസ്റ്റ് പോലും ഇവിടെ ഇടത്തില്ല. എല്ലാ വേസ്റ്റും ഇപ്പം അഥവാ താഴെ വീഴുന്ന വേസ്റ്റുകളും രാത്രിയാകുമ്പോൾ നമ്മളതെല്ലാം എടുത്ത് ഫ്രഷാക്കി തൂത്ത് വൃത്തിയാക്കിയിട്ടാണ്. നമ്മുടെ ബീച്ചാണിത്. ഇത് നമ്മുടെ ബീച്ചാണിത്. ഇത് നമ്മൾ സംരക്ഷിക്കണം. It is a coastline that reminds us how closely our lives are connected to nature. A place where nature, culture, and community come together.